തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും തിരുത്തി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, CPIMനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കനത്ത ആഘാതമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. LDF പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തൊക്കെയാണ് ഈ പ്രസ്താവനയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? വിജയകുമാർ, ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ, അതായത് ഇന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാഭാവികമായും CPIMനും ഇടതുമുന്നണിക്കും ഉണ്ടായ തിരിച്ചടി ചെറുതല്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയ തരത്തിൽ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. പല കാര്യങ്ങളിൽ സർക്കാരിന് പഴി കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. സംസ്ഥാനത്താകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതേസമയം തിരുവനന്തപുരത്തെ BJPയുടെ വിജയത്തെ അടക്കം മറ്റൊരു കണ്ണിൽ കൂടി മുഖ്യമന്ത്രി കാണുന്നുമുണ്ട്. തലസ്ഥാന നഗരത്തിൽ NDAക്ക് മേൽക്കൈ നേടാനായതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയുടെ സ്വാധീനമുണ്ടായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചാരണങ്ങളിലും കുടിലതന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്നും എല്ലാതരം വർഗീയതയ്ക്കുമെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരേണ്ടതിന്റെ ആവശ്യകതയും ഈ തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന ഒരു കാരണമായി അല്ലെങ്കിൽ ഒരു ന്യായമായി വിശദീകരിക്കുന്ന. അതേസമയം ഇടതുമുന്നണി ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ശക്തമായി തിരിച്ചു വരും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും സർക്കാരിന് എളുപ്പത്തിൽ ഈ തോൽവിയിൽ, തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന്റെ ഒരു സൂചന കൂടിയ, ന്യായീകരിക്കാനുള്ളതിന്റെ ഒരു പാടുകൂടി മുഖ്യമന്ത്രിയുടെ ഈ വാർത്താക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. ദിലീപ് കുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്നും കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.